ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്, ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നതിന്, സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് റോയി. എൻ്റെ സ്വദേശം അടൂരാണ്. ഇതെൻ്റെ ഭാര്യ സുജ, എൻ്റെ മകൻ ബസലേൽ. അതായത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റം, ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം എവിടെ വരെ എത്തി നിൽക്കുന്നോ അവിടെ വരെ ഞങ്ങൾ യാത്ര ചെയ്തു. ഞാൻ എബ്രോഡായിരുന്നു. എൻ്റെ ഭാര്യ അപ്പോളോയിലെ നേഴ്സായിരുന്നു. ഞാൻ അതിനുശേഷം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് മുഖാന്തരം ഞാൻ എൻ്റെ വിദേശത്തുള്ള ജോലി റിസൈൻ ചെയ്ത് ഞാൻ ചെന്നൈയിലേക്ക് വരികയും ഞങ്ങൾ 2 പേരും ചെന്നൈയിൽ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും, അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചെന്നൈയിൽ ഒരു ജോലി ലഭിച്ചപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ഓണറുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഭാര്യ കൃപാസനത്തിലെ ഒരു വലിയ ഭക്തയാണ്. അപ്പം ഒരു ദിവസം നാളെയോ മറ്റന്നാളോ സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ച് അദ്ദേഹം വണ്ടി വിട്ടു തന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം മിനിച്ചേച്ചി, ഭാര്യയുടെ പേര് മിനിച്ചേച്ചി എന്നാണ്. മിനിച്ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മ തീർച്ചയായും നിങ്ങൾക്ക് മക്കളെ തരും, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മിനിച്ചേച്ചി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത ആളാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കളും പത്രവും ഒക്കെ തന്നു. ഇത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ കൺസീവായി. അതിനുശേഷം ഞങ്ങൾ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് അതിനുശേഷം 2021 ഫെബ്രുവരിയിൽ ഒരു ആൺകുഞ്ഞിന് എൻ്റെ ഭാര്യ ജന്മം നൽകി. ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു. അതിന് ചില റെസ്പിറേറ്ററി പ്രോബ്ലമായിട്ട് NICUലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളിൽ ഞങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മിനിച്ചേച്ചി വീണ്ടും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, കുഞ്ഞിനെ NICU ഇറക്കിയോ? ഞാൻ പറഞ്ഞു ഇല്ല, അന്ന് കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയമാണ്, യാത്രകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങൾ കൃപാസനത്തിൽ വരെ ഒന്ന് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനകം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കൈ തരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചേച്ചി, നാളെ രാവിലെ ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 4:30 അവിടെ നിന്ന്, ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഞങ്ങൾ 7 മണിയോടുകൂടി എത്തി. അന്നേരം ഇവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ 9 മണിക്ക് തുറക്കുകയുള്ളൂ. ഞങ്ങളവിടെ കൃപാസനം മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ മുന്നേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 9 മണിയായപ്പോൾ ഇവിടെ തുറന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, 15 മിനിറ്റ് സമയമുണ്ട്, നിങ്ങളകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറി ഈ അൾത്താരയുടെ മുന്നേ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ്, അതിൻ്റെ തലേന്ന് ഞാൻ ഡോക്ടറെ കയറി കണ്ടപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ അത്ര പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റത്തില്ല, ഇച്ചിരി സമയമൊക്കെ എടുക്കും, നിങ്ങൾ ധൃതി വെക്കരുത് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയി. അതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു പോയി ഈ ബൈപ്പാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പം ഭാര്യയുടെ ഫോൺ വരുന്നു. അപ്പോൾ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജ്യേഷ്ഠൻ്റെ മോളോട് പറഞ്ഞു ഫോൺ എടുക്കാമെന്ന് പറഞ്ഞു. മോൾ ഉടനെ എടുത്തിട്ട് സ്പീക്കറിലിട്ടു. അന്നേരം പറഞ്ഞു, ഡോക്ടറെ ഇപ്പം ഞങ്ങൾ 10 മണിക്ക് കണ്ടു, ഞങ്ങളെ വിളിപ്പിച്ചു. കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നൂടെ നോക്കട്ടെ, നാളെ 3 മണിയാകുമ്പം കുഞ്ഞിനെ കൈ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഇത്രയ്ക്ക് അത്ഭുതമോ? ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയപ്പം എൻ്റെ അടുത്ത് തലേന്ന് പറഞ്ഞു, കുഞ്ഞിനെ പെട്ടെന്നൊന്നും ഇറക്കത്തില്ല, നിങ്ങൾ ധൃതി വെക്കരുതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വണ്ടിയിലോട്ട്, ആ ബൈപ്പാസ് കഴിഞ്ഞ് വണ്ടി സൈഡിൽ ഒതുക്കി കുറച്ചു നേരം അമ്മയ്ക്ക് ഒത്തിരി സ്തുതി പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ കടന്നുപോയി. 3-ാം മാസത്തിൽ അവനൊരു കുഞ്ഞു മാലാഖയായി. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും ദൈവഗത പ്രകാരം അവൻ കുഞ്ഞു മാലാഖയായി സ്വർഗത്തിലേക്ക് പോയി.
അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമങ്ങളുണ്ടായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് അന്ന് തൊട്ട് ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനകളും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അന്നേരം ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും ഞങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ആ ലോക്ക്ഡൗണിനെ ഒന്നും വകവെക്കാതെ വീണ്ടും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, പ്രത്യാശയില്ലാതെ നിസ്സഹായതയിൽ ഞങ്ങൾ നിന്നപ്പോൾ വൈദ്യശാസ്ത്രം, അതായത് കാശും പണവും സമയമെല്ലാം നഷ്ടപ്പെട്ടു. വൈദ്യശാസ്ത്രം നിസ്സഹായതയിൽ നിന്നപ്പോഴും അമ്മ ഞങ്ങളെ കാത്തു. അതുകൊണ്ട് അമ്മയ്ക്ക് ഇനിയും ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ തരുവാനുള്ള അനുഗ്രഹമുണ്ട്. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്നേരം ഇവിടെ തീർത്ഥാടന ഉടമ്പടി ഇല്ല. ഞങ്ങളന്നിട്ട് ചെന്നൈക്ക് പോയി. അവിടെ ചെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയ തിരികെ തെളിയിച്ച് ഞങ്ങൾ മുട്ടുമേൽ നിന്ന് ഈ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മെഴുകുതിരി തീരാറായ സമയം ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ, അതായത് കൃപാസന അമ്മയുടെ ആ രൂപം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങളതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, പക്ഷേ വിട്ടുപോയി. അന്നേരം പറഞ്ഞു, അമ്മ നമുക്ക് തീർച്ചയായും കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ 2021 സെപ്റ്റംബർ മാസം എടുത്തു. ഒക്ടോബർ 23 ഞങ്ങൾക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചു. വീണ്ടും ഭാര്യ ഗർഭിണിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഒരു മാസം കഴിഞ്ഞു. അവിടുത്തെ പ്രൈമറി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിലേക്ക് വന്ന് ഞാൻ ഉടനെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി നവംബർ മാസം തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അനുഗ്രഹപ്രദമായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 3-ാം മാസത്തിൽ ഭാര്യയ്ക്ക് ഒരു വയറുവേദന വന്നു, കലശലായ വയറ്റുവേദന. ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് എന്തുമായാലും സ്കാനിങ് നടത്തണം. ഡോക്ടർ കുറേയേറെ അലേർട്ടായിരുന്നു സുജയുടെ കാര്യത്തിൽ. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്കാനിങ് നടത്താൻ പറഞ്ഞു. സ്കാനിങ് നടത്തിയപ്പോൾ പറഞ്ഞു, അതായത് കിഡ്നി സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ട് വേദന വന്നത്. പക്ഷേ മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഈ സ്റ്റേജിൽ ഒരു മെഡിസിനും എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വെള്ളം കുടിക്കുക. ഇത് കോംപ്ലിക്കേഷൻ ആവാതെയും ഇത് കൂടുതലായി വളരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും, അതായത് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം മുട്ടുമേൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഞാൻ ഉടമ്പടി തൈലങ്ങളും ഉടമ്പടി വസ്തുക്കളും ക്രമമായി ഉപയോഗിച്ചു. അതിനുശേഷം 5-ാം മാസത്തിലെ സ്കാനിങ് നടത്തിയപ്പം ഡോക്ടർ പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ഇപ്പം ഇല്ലല്ലോ, ഒട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർക്ക് അതായത് റേഡിയോളജിസ്റ്റിൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ പറഞ്ഞു, നേരത്തെ അത്രയും ഉണ്ടായില്ല, ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നുകൂടെ സ്കാനിങ് നടത്താമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ സ്കാനിങ് നടത്തി, ഒട്ടുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ കണ്ടിട്ട് ചിരിച്ചു, ഇത് ഒട്ടുമില്ലല്ലോ സുജയ്, എന്താ പറ്റി, ഇതെങ്ങനെ പോയി എന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ലല്ലോ, മരുന്നും ഒന്നും ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വലിയൊരു സാക്ഷ്യമായി തന്നെ ഞാനിവിടെ പറയുകയാണ്. അടുത്ത വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങനെ 9-ാം മാസം എത്തിയപ്പം ജൂൺ 10 CS നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ റൊട്ടീൻ ചെക്കപ്പ് എന്നോണം 1 ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, കുഞ്ഞ് ഓവറായിട്ട് റൊട്ടേഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്സും കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അഡ്മിറ്റ് ആവുക, നാളെ തന്നെ സിസേറിയൻ നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും വിളിച്ചറിയിച്ചു. അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ ഓരോ മണിക്കൂർ ഇടവിട്ടും മോണിറ്ററിങ് നടത്തുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്ക് ഒരു സ്കാനിംഗ് ഉണ്ട്, സ്കാനിങ് കഴിഞ്ഞിട്ട് എപ്പോൾ സിസേറിയൻ നടത്താം എന്നുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ സഹോദരങ്ങളും മക്കളും ചേർന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ 9 പേര് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ 9 പേരും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, 2 ദിവസം കൂടെ ഞാൻ അതിനുശേഷം എന്തുവാണ്, ആൾ വളരെ ശാന്തനായല്ലോ എന്ന് പറഞ്ഞു.
പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഡോക്ടർ സ്കാനിങ് നടത്തി. അപ്പോൾ പറഞ്ഞു ആദ്യത്തെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എന്തുവായാലും 2 ദിവസം കൂടെ മുന്നോട്ട് പോട്ടെ. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ സഹോദരങ്ങളും ഉടമ്പടി എടുത്ത് എല്ലാവരും ആ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ 9-ാം തീയതി പറഞ്ഞു ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല, നാളെ അതിൻ്റെ സമയം നമുക്ക് നാളെ പറഞ്ഞതനുസരിച്ച് സിസേറിയൻ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ നടത്തി. അങ്ങനെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ അതേപോലെ തന്നെ അമ്മയോട് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത്, അമ്മേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന്. ആ കുഞ്ഞിനെ തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ആ കുഞ്ഞിന് എത്ര കിലോ തൂക്കമുണ്ടായിരുന്നോ അതേ തൂക്കവും അതേ മുടിയും അതേ ബ്ലഡിൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ അവർ നോക്കുന്ന എല്ലാ ബ്ലഡിൻ്റെ റിസൾട്ട് ആദ്യത്തെ കുഞ്ഞിന് ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ, WC കൗണ്ടും അതുപോലെ തന്നെ അലർജിയുടെ കൗണ്ടുകളും എല്ലാം അതേ റീഡിങ്. ഡോക്ടറെ ഞാനിത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ അതിശയപ്പെട്ടു. ഡോക്ടർ അന്നേരം പറഞ്ഞു ഒരു റീബർത്ത് ആണല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൃപാസന അമ്മ ഞങ്ങൾക്ക് തന്നതാണ്, നഷ്ടപ്പെട്ടതിനെ ഞങ്ങൾക്ക് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഹോസ്പിറ്റലിൽ വിടുകയും ചെയ്തു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ബ്രസ്റ്റിന് ഭയങ്കര വേദന. അതേ ഡോക്ടറെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു അത് വിറ്റാമിൻ്റെ ടാബ്ലറ്റ് തരാം, അതൊന്ന് കഴിച്ചു നോക്ക്, ഒരാഴ്ച ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് നോക്കാൻ അത് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കുറയാതിരുന്നപ്പോൾ വീണ്ടും ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പാല് കെട്ടിക്കിടന്നതായിരിക്കും, അത് മിക്കവാറും കോംപ്ലിക്കേഷനായി കാണും. അയ്യോ ഇത് വിഷമമാവുമല്ലോ, കുഞ്ഞിന് പാലും കൊടുക്കണം, കുഞ്ഞാണെങ്കിൽ ഫോർമുല മിൽക്കുകളൊന്നും കുടിക്കുന്നുമില്ല, അപ്പം ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർക്കും ഭയങ്കര വിഷമമായി. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് നിങ്ങൾ സ്കാനിങ് നടത്ത്. പോയി സ്കാനിങ് നടത്തിയിട്ട് ഡോക്ടർ എഴുതി തന്നു. ഞങ്ങളവിടെ ചെന്നപ്പം റേഡിയോളജിസ്റ്റ് പോകാൻ ഇറങ്ങുകയാണ്, സമയം കഴിഞ്ഞു പോയി, ഇന്നിനി നടക്കത്തില്ല, ബുക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തോളാൻ പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്തു. അന്ന് ഗൈനക്കോളജിസ്റ്റ് ലീവാണ്, അതുകൊണ്ട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു. 7-ാമത്തെ ദിവസമാണ് സ്കാനിങ് കിട്ടുന്നത്. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ, അതായത് ഉടമ്പടി എടുത്ത് എല്ലാവരും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും 7-ാമത്തെ ദിവസം സ്കാനിങ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അബ്നോർമലായിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഇത് സാധാരണ ഉള്ള പോലെ ഉള്ളൂ, മരുന്നുകളൊന്നും കഴിക്കേണ്ട, വിറ്റാമിൻ്റെയും ഗുളികയുടെ ആവശ്യമില്ല. ഞങ്ങൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അത്ഭുതകരമായ ഒരു വിടുതൽ അത് പൂർണ്ണമായും മാറിക്കിട്ടി. അതിനുശേഷം എനിക്ക് നേരത്തെ ഇടയ്ക്ക് നെഞ്ചിനകത്ത് ഒരു വേദന വരുമായിരുന്നു. ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ തുടരാൻ, എനിക്ക് ഈ വേദന വരുന്നതനുസരിച്ച് ഞാൻ ഈ രാത്രിയിൽ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങ് ചൊല്ലുക. അപ്പം എക്കോ എടുത്തു, TMT എടുത്തു, അതൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, എൻ്റെ വേദന വിട്ടുമാറുന്നില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയുടെ ഒരു ഭക്തനാണ്, അമ്മ എൻ്റെ ഈ രോഗബന്ധനത്തെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, എനിക്ക് സ്വപ്നത്തിൽ ഒരമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോനെ മോനെ എന്ന് വിളിച്ചു. ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയാണോ? ആ, നിൻ്റെ അമ്മയുടെ ഫോട്ടോല്ല, നിന്നെ സൗഖ്യമാക്കാൻ വന്ന അമ്മയാണ്. ഞാൻ ചോദിച്ചു കൃപാസന അമ്മയാണോ? ആ, നിന്നെ സൗഖ്യമാക്കാൻ വന്നതാ, നിൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് എഴുതി നോക്കിയപ്പം നടക്കുന്നുണ്ടെന്നും എനിക്ക് വലിയ വേദനയൊന്നും ഫീൽ ചെയ്യുന്നില്ല. വലിയ ഒരു അത്ഭുതമായി ഞാൻ അതിനെ കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാനത് വെച്ചിരുന്നു, ആ മൈഗ്രെയിൻ രോഗം മാറിക്കിട്ടണമെന്ന്. ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ അന്നേരം ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു വർഷങ്ങളായി മൈഗ്രെയിൻ തലവേദന ഉള്ളവരുടെയൊക്കെ തലവേദനകൾ അമ്മ വഴി ഈശോ മാറ്റുന്നതായിട്ട് പറഞ്ഞു. അതിലൊരാൾ എൻ്റെ ഭാര്യയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗവും
പൂർണ്ണമായും മാറിക്കിട്ടി. അവസാനമായി ഞാനൊരു പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി നിൽക്കുന്നതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, കുഞ്ഞിനൊരു പേരിടണമല്ലോ, അതിനുവേണ്ടി ബിബ്ലിക്കലായിരിക്കണം എന്ന് ചിന്തിച്ച് ഞാൻ ബൈബിളിൽ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ കിട്ടി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ ദൈവഹിതത്താൽ ദിവ്യാത്മാവിനാൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, സമാഗമന കൂടാരവും അതിനുള്ളിലുള്ള കൃപാസനവും പണിയുവാൻ വേണ്ടി, കൃപയുടെ വാസസ്ഥലമായ കൃപാസനവും പണിയുവാൻ വേണ്ടി ബെസലേലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വാക്യം ഞാൻ കേട്ടു. കൃപാസനം എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനിയും വേറൊരു പേരില്ല, ഞാൻ കുഞ്ഞിന് ബെസലേൽ എന്ന് പേര് തന്നെ ഇടുമെന്ന് പറഞ്ഞു. കുഞ്ഞിന് വീട്ടിൽ വന്ന് പേരിടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബെസലേൽ എന്നാണ് ഇടുന്നതെന്ന് പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ബെസലേലോ? ഞാൻ പറഞ്ഞു, അതായത് ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃപാസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പഴയ നിയമത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കൃപാസനം പുറപ്പാട് പുസ്തകത്തിലാണ്. ആ കൃപാസനം പണിയുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെസലേലിനെയാണ്, മോശയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ എൻ്റെ മകന് ബെസലേൽ എന്ന് പേരിട്ടു ദൈവം. പരിശുദ്ധ അമ്മ അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടികൾ കൃത്യമായി പാലിക്കുകയും കോവിഡിൻ്റെ സാഹചര്യമായാലും കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക്, അതായത് പള്ളിയിൽ നിന്ന് ഇന്ന പ്രെയർ ഗ്രൂപ്പ് പങ്കെടുക്കണം, ഇന്നത്തെ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ പോയി പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും, അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഓർഫനേജുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് മാതാപിതാക്കളില്ലാത്ത ആക്സിഡൻറ്റുകളിൽ രോഗത്താൽ മരിച്ചുപോയ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ ഞാൻ ഈ ഉടമ്പടി കാലഘട്ടങ്ങളിലൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോഴൊക്കെ പോവുകയും അവിടെ പോയി കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഇത്രയും അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിശിഹായ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പരിശുദ്ധ അമ്മ ഈശോയും ചെയ്ത് ഈ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്ക് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് 6 വർഷത്തോളം ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തതാണ്. അതെല്ലാം ഈ വൈദ്യശാസ്ത്രം കൽപ്പിച്ചിട്ടുള്ള എല്ലാ സാധ്യതകളെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട് അവസാനം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ചപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടിയെടുത്ത് പോയ മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി ഈ കൃപാസനത്തിലേക്ക് ഇവർ കടന്നു വന്നു. അതിനിടയ്ക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ പ്രസവം ഉണ്ടായത് ഒരു മരുന്നും ഇല്ലാതെയാണ്. പക്ഷെങ്കിൽ പോലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ കുഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഇവർ നിരാശയുണ്ട് എങ്കിൽ പോലും ഇവരൊരിക്കലും ഉടമ്പടി എടുത്തു അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒക്കെ ചെയ്തെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, ഉടമ്പടിയിൽ തന്നെ നിൽക്കുകയാണ്. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കിട്ടിയതാണ്. സാധാരണ എല്ലാവരും തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടുമെന്നാണ്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ നന്ദി പറഞ്ഞു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയിലൂടെ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു, അയാൾ കൊടുത്ത നേർച്ചകൾ ഉപയോഗിച്ചു, പ്രഗ്നൻ്റായി, സ്വാഭാവികമായിട്ടും കുഞ്ഞുണ്ടായി, അതിനൊക്കെ നന്ദി പറഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നിർത്തുകയല്ല പ്രാർത്ഥന ജീവിതം, മറിച്ച് കൂടുതലായിട്ട് ഈശോയുടെ അമ്മയുടെ അടുക്കലേക്കും അടുത്ത് ഈ ഇദ്ദേഹം കടന്നു വരികയാണ്. ഇവർ ചെന്നൈയിലാണ്, പക്ഷേ നാട്ടിലാണ്, പത്തനംതിട്ടയിലാണ്. ഇവർ കുറേ കൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് ഇവർ തയ്യാറായെന്നുള്ളത്. നഷ്ടപ്പെട്ടു എന്നതിൻ്റെ കണക്ക് പറഞ്ഞ് നിൽക്കാതെ വീണ്ടും അമ്മയുടെ അടുക്കിലേക്ക് വന്ന് കണ്ണീരോടുകൂടി അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകണം തന്നെ പറഞ്ഞിട്ട് പോയവരാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്, ആദ്യത്തെ കുഞ്ഞിനുണ്ടായിരുന്ന അതേ ഗുണഗണങ്ങൾ തന്നെ, ആദ്യത്തെ കുഞ്ഞിൻ്റെ എല്ലാ ഫിസിക്കൽ എലമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ കുഞ്ഞിനുള്ളത്. ഒരേ ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ തൂക്കം, മുടിയിഴകൾ എല്ലാം കൃത്യമായിട്ട് ആദ്യത്തെ കുഞ്ഞിന് എങ്ങനെ ഉണ്ടായിരുന്നോ അതേ രീതിയിൽ തന്നെ പരിശുദ്ധമേ ഡോക്ടർമാർ പോലും പറഞ്ഞത് ഒരു റീബർത്ത് എന്നാണ് പറഞ്ഞത്. പരിശുദ്ധമ ഈശോ അത്രമാത്രം ഇവരുടെ വിഷമതകളിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അമ്മ പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ണീരുകൾ കണ്ടു കഴിഞ്ഞാൽ അമ്മ വെറുതെ ഇരിക്കത്തില്ല, അമ്മ ഓടി വരും.
അതോടൊപ്പം തന്നെ അമ്മ ചെയ്യുന്നൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ വ്യക്തികളെ, നമ്മൾ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളെ ഈശോയുടെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അമ്മ പറയും, ഈ മകൻ്റെ കാര്യം കൂടി നിങ്ങൾ മകൻ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാണ് അമ്മ ഓരോ വ്യക്തികളെയും കൊണ്ടുവരുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇദ്ദേഹം ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനം തന്നെ പോലും കുഞ്ഞുങ്ങളുടെ ഇടയിലാണ്. ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോയി അവർക്ക് അവരുടെ ആ ഒരു സങ്കീർണമായിട്ടുള്ള വേദനകളെല്ലാം ഒപ്പിയെടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ഒരു പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ ആ ഓർഫനേജിൽ പോയി അവരെ കാണുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു. അതും കോവിഡിൻ്റെ സമയത്ത് പോലും ഈ ഇദ്ദേഹം അത് ചെയ്യാനായിട്ട് തയ്യാറായി. പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നപ്പെടുത്ത പ്രത്യാശയോടുകൂടി ഈശോയെ മുറുകെ പിടിച്ച് പോയപ്പോൾ അമ്മ സ്വർഗത്തിൽ നിന്ന് തന്നെ ഇത് മറ്റൊരു കുഞ്ഞിനെ, മനോഹരമായൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈ കുഞ്ഞിന് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായപ്പോഴും ഇവർ എപ്പോഴും ആശ്രയിച്ച ഉടമ്പടിയിലാണ്. ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുകയും ആ ഉടമ്പടി നേർച്ച വസ്തുക്കളും, കാരണം 9 പേര്, കുടുംബത്തിൽ 9 പേര് ഉടമ്പടി എടുത്തു. അതിലെല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ കൂടുതലായിട്ടും അമ്മയിലും ഈശോയെ ആശ്രയിച്ചു. ഈശോയെ ആശ്രയിച്ചവരൊരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയും സക്കേവോസിനെ ഇന്ന് ഈ നിമിഷത്തിൽ അവരുടെ ആ സങ്കടം നിറഞ്ഞ സക്കേവോസിൻ്റെ ജീവിതത്തെ ഉയർത്തി രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തതുപോലെ ഈ കുടുംബത്തിന് വലിയ അനുഗ്രഹങ്ങൾ, മൈഗ്രെയിൻ തലവേദന മാറിയത്, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ വേദന മാറിയത്, ഒത്തിരി രോഗസൗഖ്യങ്ങൾ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്രത്തോളം പരിപാലന പരിശ്രമിച്ച് ചെയ്തു കൊടുത്തു. അതിനെയോർത്ത് കോടാനുകോടി അമ്മയ്ക്ക് ഈശോയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ശക്തമായി കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.